എല്ലാവർക്കും നമസ്തേ. സുനിതയാണ്. ഇന്ന് മകരം രാശിയിലെ 2.25 നക്ഷത്രക്കാർക്ക് 2024 ഗ്രഹസ്ഥിതി അനുകൂലമായും പ്രതികൂലമായും എങ്ങനെയൊക്കെ സ്വാധീനിക്കും എന്ന് നോക്കാം. മകരം രാശിയിലെ 2.25 നക്ഷത്രം ഉത്രാടത്തിന്റെ 1/4 ഭാഗം, തിരുവോണം അവിട്ടത്തിന്റെ അരഭാഗവും ചേർന്നതാണ്. 2023 കമ്പയർ ചെയ്യുമ്പോൾ മകരം രാശിക്കാർക്ക് 2024 വളരെ അനുകൂലം തന്നെയാണ്. 7ര ശനിയുടെ 3rd ഫേസ് ആണ് നടക്കുന്നതെങ്കിൽ പോലും ചന്ദ്രഭവനാധിപതിയായ ഗ്രഹമാണ് ബലവാനായി രണ്ടാം ഭാവപതിയായ ഗ്രഹം 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത്. അതായത് ധനഭാവത്തിന്റെ അധിപതിയായ ഗ്രഹം ധനഭാവത്തിൽ തന്നെ സഞ്ചരിക്കുന്നതായ ഒരു കാലഘട്ടവും, ധനഭാവത്തിന്റെ അധിപതി ലാഭസ്ഥാനത്തെ വീക്ഷിക്കുന്ന ഒരു കാലഘട്ടവും, ബുദ്ധിഭാവമായ 5ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയും അത് 11ാമത്തെ രാശി ലാഭസ്ഥാനത്തെ വീക്ഷിക്കുകയും മകരം രാശിയെ തന്നെയും ഭാഗ്യഭാവത്തിലും വീക്ഷിക്കുന്നതായ ഒരു കാലഘട്ടമാണ് 2024. അതുകൊണ്ട് തന്നെ ഈ 2024 ധാരാളം പുരോഗതി ഉണ്ടാകുന്നതായ ഒരു കാലഘട്ടമായിട്ട് പറയണം എന്നുള്ളതാണ്. സാമ്പത്തികമായും മാനസികമായും പുരോഗതി ഉണ്ടാവും. കടബാധ്യതകളൊക്കെയും വേഗം തീർക്കാനുള്ള ശ്രമവും സാധ്യതയും കൂടും. ദീർഘനാളായി കിട്ടാതിരുന്ന ധനമൊക്കെയും തിരികെ കിട്ടാനുള്ള സാധ്യത വളരെയേറെയായിട്ട് പറയണം എന്നുള്ളതാണ്. വീട്, വാഹനം, ലാൻഡ് പ്രോപ്പർട്ടീസ് ഒക്കെ വാങ്ങാനും അല്ലെങ്കിൽ വെക്കാനും, വീടൊക്കെ വെക്കാനും ഒക്കെയുള്ള സാധ്യത ഈ കാലഘട്ടത്തിൽ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? 4ാമത്തെ രാശ്യാധിപതിയായ ഗ്രഹത്തിന് 11ാമത്തെ രാശ്യാധിപത്യം ഉണ്ടാവും. 4ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതായ ഒരു കാലഘട്ടത്തിൽ നല്ല പ്രോപ്പർട്ടീസ് ഒക്കെ വന്നു ചേരാനും അതൊക്കെ വാങ്ങാനും, ലാൻഡ് പ്രോപ്പർട്ടീസ് ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല പ്രോപ്പർട്ടീസ് ഒക്കെ വാങ്ങാനായിട്ടുള്ള ഒരു കാലഘട്ടമാണ് 1 മെയ് 2024 വരെയുള്ള കാലഘട്ടം. ലോൺ എടുത്ത് വീട് വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും 1 മെയ് 2024 മുന്നേ ലോണൊക്കെ അപ്രൂവ് ആകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് മെയ്ക്ക് മുൻപ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയ്ക്ക് ശേഷം നല്ല റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യത വളരെ ഏറെയാണ്. എന്തുകൊണ്ടാണ്? 4ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് 1 മെയ് 2024 വരെ. 5ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ലാഭസ്ഥാനത്തിലോട്ടാണ് വ്യാഴത്തിന്റെ വീക്ഷണം ഉണ്ടാകുന്നത്, അല്ലെ? ലാഭഭാവം ആക്റ്റീവ് ആകുന്ന ആ കാലഘട്ടത്തിൽ ലാഭസാധ്യതകൾ വളരെ കൂടുതലാണ് 1 മെയ് 2024 ശേഷം. അതുകൊണ്ട് തന്നെ 1 മെയ് 2024 മുന്നേ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിട്ട് പറയണം. വിദേശത്തോ ദൂരദേശത്തോ ഒക്കെ പ്രോപ്പർട്ടീസ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ കാലഘട്ടം അനുകൂലമാണ്. എസ്പെഷ്യലി 1 മെയ് 2024 മുന്നേ. പഴയ വീട് വാങ്ങി പുതുക്കി പണിയാനും കുടുംബ വീട് പുതുക്കി പണിയാനും സാധ്യത ഏറെയാണ്. എന്നാൽ വീടുമായി ബന്ധപ്പെട്ട ചില നഷ്ടസാധ്യതകളും കാണിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതെങ്ങനെ നമുക്ക് പറയാൻ കഴിയും? അതായത് വീടൊക്കെ ഇപ്പോൾ കോൺട്രാക്റ്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയൊക്കെ നമ്മൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ബുദ്ധിഭാവമായ 5ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ബുദ്ധിയും ചിന്തയും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ തന്നെ പഠന മികവും കോൺഫിഡൻസും ഒക്കെ വളരെയധികം ഇമ്പ്രൂവ് ആകും. ഈ കാലഘട്ടത്തിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിൻ ചെയ്യും. ഭാവന ഉണ്ടാവും. റൈറ്റേഴ്സിനൊക്കെ വളരെ അനുകൂലമാണ് ഈ കാലഘട്ടം. ഹയർ സ്റ്റഡീസിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവാമെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഹയർ സ്റ്റഡീസിന് തടസ്സങ്ങൾ ഉണ്ടാകാമെന്ന് പറയാൻ കാരണം 9ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നതായ ഒരു കാലഘട്ടമല്ലേ? പക്ഷെ അതിന് സ്വാഭാവികമായിട്ട് അവിടെ ഒരു പരിഹാര യോഗമുണ്ട്. എന്താ പരിഹാര യോഗം? 5ാം ഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ വ്യാഴം 9ാം ഭാവത്തെ വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പരിഹാര യോഗമുണ്ട്. എന്നിരുന്നാൽ പോലും പരീക്ഷയിലൊന്നും തടസ്സമോ ഓർമ്മക്കുറവോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ, എസ്പെഷ്യലി ഹയർ സ്റ്റഡീസിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഗണപതിക്ക് കറുക സമർപ്പിക്കുന്നതും എല്ലാ ദിവസവും സരസ്വതി മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. വായിച്ചു മാത്രം പഠിക്കാൻ ശ്രമിക്കാതെ റെക്കോർഡഡ് ക്ലാസ് ഒക്കെ കണ്ടും കേട്ടും പഠിക്കുന്നത് വേഗം ഓർമ്മയിൽ നിലനിർത്താനായിട്ട് കൂടുതൽ സഹായിക്കും. ഈ കാലഘട്ടത്തിൽ അത് ഒരുപാട് പ്രയോജനം ചെയ്യും എന്നുള്ളതാണ്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. ടീച്ചേഴ്സിനും അഡ്വക്കേറ്റ്സിനും ഒക്കെ വളരെ അനുകൂലമാണ്. പ്രൊമോഷനും സാലറി റിവിഷനും ഉണ്ടാകും. പുരോഗതിക്ക് സാധ്യത ഈ വർഷം വളരെ കൂടുതലാണ്. കാരണം ബിസിനസ്സിലൊക്കെ വളരെ പുരോഗതിക്ക് സാധ്യത കൂടുതലാണ്. കാരണം എന്തുകൊണ്ടാണ്? 11ാമത്തെ രാശിയിൽ ലാഭസ്ഥാനം ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ബിസിനസ് പ്രോഗ്രസ് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ബിസിനസ്സൊക്കെ വിപുലീകരിക്കാനും സാധ്യതയും സാഹചര്യവും ഉണ്ടാകും. എന്നാൽ ഇല്ലീഗൽ മണി ബിസിനസ്സിൽ, അത് ഞാൻ എല്ലാ സമയത്തും എപ്പോഴും മകരം രാശിയെക്കുറിച്ച് പറയുമ്പോഴും പറയുന്നതാണ്, എല്ലാവർക്കും അല്ലെങ്കിലും മകരം രാശിയിൽ ഉള്ള എല്ലാവർക്കും അല്ലെങ്കിലും ഒരു വിഭാഗത്തിന് വേഗം ധനം ഉണ്ടാക്കണം എന്നുള്ളൊരു
ഒരു പ്രവണത ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ മണി ചെയിൻ പോലുള്ള ബിസിനസ്സിൽ, മണി ബിസിനസ് അല്ലെങ്കിൽ ഗ്യാംബ്ലിങ്, ഇതിലൊക്കെ ചെന്നുപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ആ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ, ഈ കാലഘട്ടത്തിലല്ല എല്ലാ കാലഘട്ടത്തിലും മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ്? 12ാമത്തെ രാശിയാധിപത്യം വ്യാഴത്തിനുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആദ്യം ലാഭമൊക്കെ ഉണ്ടാക്കി തന്നിരുന്നാൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രവണത ഉണ്ടാകാതിരിക്കുക. പൊതുവില് കുടുംബസ്നേഹികളാണ്. എന്തുകൊണ്ടാണ്? ചന്ദ്രഭവനാധിപതി തന്നെയാണ് 2ാം ഭാവാധിപതി അല്ലേ? അതുകൊണ്ട് തന്നെ കുടുംബസ്നേഹികളൊക്കെയാണ്. ഭാര്യ സന്താനങ്ങളെയും അല്ലെങ്കിൽ ഭർത്താവിനെയും സന്താനങ്ങളെയും ഒക്കെയും വളരെയധികം സംരക്ഷിക്കുകയും പരിപാലിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് മകരം രാശിക്കാർ എന്ന് പറയാൻ കഴിയും. അവനവന്റെ നിലനിൽപ്പ് പോലും നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ടോ കൃത്യമായ ഫൈനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടോ സാമ്പത്തികമായ പല പാളീച്ചകളും ഈ രാശിക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ 2024 പല തിരിച്ചറിവും സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ ഉയരണം എന്നും ആ വന്നുപോയ തെറ്റുകളോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ചില പോരായ്മകളോ ഒക്കെ കറക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ബോധവും ബുദ്ധിയും അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. സാമ്പത്തികമായ അച്ചടക്കം പുലർത്തും. ഈ കാലഘട്ടത്തിൽ പക്വതയും ജീവിത പുരോഗതിക്കായി സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളൊക്കെയും ഏറ്റെടുക്കും. എന്ന് വെച്ചാൽ വീടൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ വീട് വെക്കണം എന്നൊക്കെയുള്ളൊരു ചിന്തയും ബോധവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും. ലോൺ എടുത്തിട്ടായാൽ പോലും വീട് വെക്കാനൊക്കെ ശ്രമിക്കും ഈ കാലഘട്ടത്തിൽ. കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായും ധനം വ്യയം ചെയ്യും ഈ കാലഘട്ടത്തിൽ എന്ന് പറയാൻ കഴിയും. സാമ്പത്തിക ഇടപാടുകളിലൊക്കെ പ്രായോഗിക നിലപാടുകളും ദീർഘവീക്ഷണത്തോടു കൂടിയൊക്കെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും. ദീർഘകാല നിക്ഷേപങ്ങളും ഒക്കെയും ചെയ്യാനുള്ള സാധ്യത വളരെ ഏറെയാണ്. ധനപരമായ തടസ്സങ്ങളൊക്കെ ഉണ്ടായാലും ആ തടസ്സങ്ങളെ അതിജീവിക്കാനായിട്ട് കഴിയും ഈ കാലഘട്ടത്തിൽ. ജോലിയിലൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ടാർജറ്റുള്ള ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, മാർക്കറ്റിംഗ്, അത് എസ്പെഷ്യലി മാർക്കറ്റിങ്ങിലൊക്കെയാണ് വരാറുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കിങ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ടാർജറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ ടാർജറ്റൊക്കെ ആസ് യൂഷ്വൽ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് ആസ് യൂഷ്വൽ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് പോലെ തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നാലും ക്ഷമയും അർപ്പണബോധവും ഈ കാലഘട്ടത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം ഈ കാലഘട്ടത്തിൽ. എന്തുകൊണ്ടാണ്? പിതൃകാരകത്വമുള്ള സൂര്യന്റെ രാശിയിലാണ് ശനി വീക്ഷിക്കുന്നത് അല്ലെ? മാത്രമല്ല 4ാം ഭാവത്തിൽ, മാതൃഭാവമായ 4ാം ഭാവത്തിലോട്ട് ശനിയുടെ വീക്ഷണമുണ്ട്. പിതൃഭാവമായ 9ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം. മാത്രമല്ല സഹോദരങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം എന്നുള്ളതാണ്. സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാവും. ദീർഘകാലമായി സന്താനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് മെയ് മാസം കഴിയുമ്പോൾ സന്താന സിദ്ധി ഉണ്ടാകും എന്ന് പറയണം. ഈ ക്വാളിറ്റി സർവേയർ ഉണ്ടല്ലോ, ക്വാളിറ്റി സർവേയർ, QS എന്ന് പറയില്ലേ, ക്വാളിറ്റി സർവേയേഴ്സ്, ടീച്ചേഴ്സ്, നേഴ്സസ്, MBA ഒക്കെ കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾ, ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, ഷോപ്പ്, വീട് ഇതൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന, റെന്റ് ഔട്ട് ചെയ്യുന്ന വ്യക്തികൾ, IT പ്രൊഫഷണൽസ്, ഇവർക്കൊക്കെയും വളരെ അനുകൂലമാണ് ഈ ഒരു കാലഘട്ടം. എന്തിനാണ് ഈ QSനെയൊക്കെ പറഞ്ഞ ക്വാണ്ടിറ്റി സർവേയറിനെയൊക്കെ പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഈ ക്വാണ്ടിറ്റി സർവേയറിൻ്റെ ഒരു ജോബ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ കോസ്റ്റ്, ബഡ്ജറ്റ് പ്രിപ്പറേഷനൊക്കെ ആണല്ലോ അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. അതായത് ഫൈനാൻഷ്യൽ ആൻഡ് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് നോളജ് ഉള്ള ഒരു ഏരിയ ആണ് ക്വാണ്ടിറ്റി സർവേയർ ഒക്കെ വരുന്നത് അല്ലേ? അപ്പോൾ അതായത് ശനിയും ഒരു സ്ട്രാറ്റജിക് പ്ലാനറാണ് ശനി, വിത്ത് ലോങ് ടേം വിഷനോടുകൂടി. ഇപ്പോൾ ഒരു ദീർഘകാലത്തെ ഒരു കാഴ്ചപ്പാടിലൂടെ നിന്നുകൊണ്ട് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു പ്ലാൻ ചെയ്യാനുള്ളൊരു കഴിവും ശനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നത് ഈ QSനെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള QSൽ ജോലി അന്വേഷിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ QSൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടം ആയിട്ട് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള മേഖലയിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ ഏറെയാണ്.
അതുപോലെ തന്നെ എന്തിനാണ് ഈ BEd MEd ഒക്കെ കഴിഞ്ഞവർക്ക് ജോലി സാധ്യത ഉണ്ട് എന്ന്, ടീച്ചേഴ്സ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞവർക്ക് ജോലി സാധ്യത ഉണ്ട് എന്ന് പറയാനുള്ള കാരണം, അതായത് വ്യാഴം ശുക്രന്റെ രാശിയിൽ സഞ്ചരിക്കുകയും ശുക്രന്റെ രാശിയിൽ വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വർഷമാണ് അല്ലേ. 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശുക്രന്റെ രാശിയിലോട്ട് വീക്ഷിക്കുന്നു, 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശുക്രന്റെ രാശിയിൽ നിൽക്കുന്നു. അതായത് രണ്ടും ഗുരുക്കന്മാരാണ്, ദേവന്റെ ഗുരുവും അസുരന്റെ ഗുരുവാണ് ശുക്രനും വ്യാഴം അല്ലെ. അതുകൊണ്ട് തന്നെ ടീച്ചിങ് ക്വാളിഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അത്തരത്തിലൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കൊക്കെ ആ വ്യക്തികൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ധനഭാവത്തിന്റെ അധിപതി ലാഭസ്ഥാനത്തേക്ക് വീക്ഷിക്കുന്നത് കൊണ്ടും ഈ കാലഘട്ടത്തിൽ പുരോഗതി ഉണ്ടാവും എന്ന് പറയാൻ കഴിയും. വ്യാഴത്തിന് 1, 9, 11 വീക്ഷണം ഞാൻ പറഞ്ഞു, 1-ാം ഭാവത്തിലും അതായത് മകരം രാശിയിലും 9-ാം ഭാവത്തിലും 11-ാം ഭാവത്തിലോട്ടുള്ള വീക്ഷണം വ്യക്തിപരമായും ധനപരമായും ഉയർച്ചയുണ്ടാകും. പൊതുവിൽ വിദേശവാസം അല്ലെങ്കിൽ ദൂരദേശവാസം ഈ മകരം രാശിക്കാർക്ക് ഉണ്ട് എന്ന് പറയാൻ കഴിയും. ഈ രാശിക്കാർ ധാരാളം ആൾക്കാർ ഫോറിൻ കൺട്രീസിൽ, അതായത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ സെറ്റിൽ ആയ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് താമസമാക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർ, അങ്ങോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോകണം എന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെയും വളരെ അനുകൂലമാണ് ഈ ഒരു വർഷവും എന്ന് പറയാൻ കഴിയും. അങ്ങനെ ഒരു പ്ലാൻ ഉള്ള ആൾക്കാർക്ക് ഈ കാലഘട്ടവും അനുകൂലം തന്നെയാണ്. PSC ടെസ്റ്റൊക്കെ എഴുതുന്ന വ്യക്തികൾ കോമ്പറ്റീഷൻ കുറഞ്ഞ ഒരു ഏരിയ സെലക്ട് ചെയ്ത്, ദൂരസ്ഥലത്തൊക്കെ ഒരു കോമ്പറ്റീഷൻ കുറഞ്ഞ ഒരു ഏരിയ സെലക്ട് ചെയ്ത് എഴുതാനാണെങ്കിൽ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് പറയാൻ കഴിയും. IELTS OET ഒക്കെ എഴുതുന്ന ആൾക്കാർക്കും ഈ കാലഘട്ടം വളരെ അനുകൂലമാണ്. ലിസണിങ്ങിലൊക്കെ ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെങ്കിൽ മെയ് മാസത്തിന് ശേഷം ഡേറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ശനി ഇരുമ്പിന്റെ കാരകത്വം ഉണ്ടല്ലോ അല്ലെ. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, തുലാം രാശി കർമ്മഭാവമായതിനാൽ ബിസിനസ് മേഖലയിലും ധാരാളം വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ടാവും. എന്നാൽ മകരം രാശിയെ ഹോരാചാര്യർ വിശേഷിപ്പിക്കുന്നത് ധർമ്മ ചിഹ്നങ്ങളൊക്കെ കാണിക്കുകയുള്ളൂ, ധർമ്മിഷ്ഠനല്ല എന്നൊരു വ്യാഖ്യാനം ഇവിടെ ഉണ്ട്. അതായത് ധർമ്മിഷ്ഠനാണെന്നൊക്കെ നമ്മളെ തോന്നിപ്പിക്കുമെങ്കിൽ പോലും പലപ്പോഴും ധർമ്മിഷ്ഠനല്ല എന്ന് തോന്നിപ്പിക്കുന്ന പല പ്രവൃത്തികളും അവരിൽ നിന്നുണ്ടാകാം എന്നുള്ളതാണ്. അതായത് അത് എങ്ങനെ നമുക്ക് പ്രായോഗികമായിട്ട് നമുക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ, ഓൺ ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവർ ആ ഒരു വിഷയത്തിൽ അവർ ആ മേഖലയിലൊക്കെ വളരെ എക്സ്പെർട്ടൊക്കെ തന്നെ ആയിരിക്കും. എന്നിരുന്നാൽ പോലും അവർ ഏതൊരു വിഷയത്തിലാണ്, ഏതൊരു കാര്യത്തിലാണ് അവർ ഒരു ആളിനോട് പ്രോമിസ് ചെയ്യുമ്പോൾ, ഒരു വാക്ക് കൊടുക്കുമ്പോൾ ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയുന്ന വാക്കേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇരുമ്പിന്റെ കാരകനാണെന്നും കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതെന്നൊക്കെ പറയാൻ കാരണവും ഈ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ, എസ്പെഷ്യലി കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ പ്രവർത്തിക്കാനുള്ള സാധ്യത അവർക്ക് വളരെ കൂടുതലാണ്. എസ്പെഷ്യലി ഒരു 10-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് മോടി കൂട്ടുന്ന കാര്യങ്ങൾ, കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും കൂടുതൽ അവർക്ക് ശ്രദ്ധ ഉണ്ടാകുന്നത് ഒരു മോടി കൂട്ടുന്നതിന്, ഭംഗിയാക്കുന്നതിനൊക്കെയുള്ള ശ്രദ്ധ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൽ താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം. ഉദാഹരണമായിട്ട് ഇന്റീരിയർ ഡിസൈനേഴ്സ്, അല്ലെങ്കിൽ ഫ്ലോറിങ്, ഇന്റീരിയർ വർക്ക്, അതിലൊക്കെ വളരെ എക്സ്പെർട്ട് ആയിരിക്കും ഈ വ്യക്തികളെന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ്. ഇവരുടെ വർക്കിലെ എക്സ്പെർട്ടിസം കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഒരു ആകർഷകത്വം ഉണ്ടാവും. ഒരുപാട് ഇവരുടെ വർക്കിന്റെ ക്വാളിറ്റി കൊണ്ട് തന്നെ ധാരാളം വർക്ക് കിട്ടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവർ പ്രോമിസ് ചെയ്യുന്ന ടൈം ഷെഡ്യൂളിൽ നിന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത ഭയങ്കര കുറവാണെന്നുള്ളതാണ്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്, ഇതിനോട് പ്രാക്ടിക്കലായിട്ട് വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അവരത് ഒരു ഇറസ്പോൺസിബിൾ ആറ്റിറ്റ്യൂഡ് എവിടെയെങ്കിലുമൊക്കെ അവർ കാണിക്കും എന്നുള്ളതാണ്. അത് അലസത കൊണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കൈക്ക് ഒതുങ്ങുന്നേക്കാളും കൂടുതൽ വർക്ക് ഏറ്റെടുക്കുന്നതുകൊണ്ടാവാം. ഒരു ഇറസ്പോൺസിബിൾ ആറ്റിറ്റ്യൂഡ് ഫലത്തിൽ വരുമ്പോൾ ഒരു ഇറസ്പോൺസിബിൾ ആറ്റിറ്റ്യൂഡ് അവരിൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പം അത് അങ്ങനെ ഒരു പ്രശ്നം നമ്മളിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ ഗുഡ് വില്ലിനെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെയും അത് ഒരുപാട് തൊഴിൽപരമായ വിഷയങ്ങൾ അത് ഓൺ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് അത് കൂടുതൽ ബാധിക്കുന്നത്. അതൊക്കെ അവർക്ക് ഒരുപാട് ദോഷകരമായിട്ട് ബാധിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ്.
5-ാം ഭാവപതിക്ക് കർമാധിപത്യം ഉള്ളതുകൊണ്ട് കർമ്മ മേഖലയിൽ വളരെ ഉയർച്ചയിൽ എത്തേണ്ട വ്യക്തികളാണ് അവര്. അപ്പോൾ അവരുടെ ആ ചെറിയ ചെറിയ ചില ബുദ്ധിമുട്ടുകൾ കാരണം, അല്ലെങ്കിൽ അലസത, മടി, കെയർലെസ് ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ കാരണം പുരോഗതിക്ക് തടസ്സം ഉണ്ടാവാതെ അങ്ങനെ ഒരുപാട് ഉയർച്ചയിൽ എത്തേണ്ട ആൾക്കാര് അവരുടെ തന്നെ ചില പോരായ്മകൾ കൊണ്ട് അങ്ങനെ ഉയർച്ചയിൽ എത്താതിരിക്കരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. അഡ്വക്കേറ്റ്സിനൊക്കെ വളരെ നല്ലതാണ്. 5-ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ തർക്കശാസ്ത്രത്തിൽ പാണ്ഡിത്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പണ്ഡിതനായിരിക്കുമെന്നും വളരെ സമർത്ഥമായി എഴുതി ഫലിപ്പിക്കാൻ കഴിയുമെന്നും ഉള്ളൊരു വ്യാഖ്യാനമുണ്ട്. അതുകൊണ്ട് തന്നെ കേസൊക്കെ വിജയിപ്പിക്കാനും ദീർഘകാലമായി കേസ് അതൊരു അഡ്വക്കേറ്റ് ആകണമെന്നില്ല, ദീർഘനാളായി കേസൊക്കെ നടത്തുന്ന വ്യക്തികൾക്ക് കേസ് ജയിക്കാനുള്ളൊരു സാധ്യത ഈ 2024 ഉണ്ട് എന്ന് പറയാൻ കഴിയും. പുരോഗതിക്കായി ധാരാളം സാധ്യത ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. ഈ പുരോഗതിയൊക്കെ ധാരാളം ഉണ്ടാവുമെങ്കിലും പല പ്രയത്നങ്ങളുടെ ഫലസിദ്ധി ഉണ്ടായി വരുമ്പോഴേക്കും അത് അനുഭവിക്കാനോ ആസ്വദിക്കാനോ പലവിധ തടസ്സങ്ങളും അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് മറ്റൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു സൈഡ്. ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, ഒരു ചെറിയ നെഗറ്റീവ് സൈഡ് അതൊക്കെയാണ് പറയാൻ കഴിയുന്നത്. ആസ്വദിക്കാനുള്ളൊരു ചില ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. എല്ലാ ശനിയാഴ്ച ദിവസം, അപ്പോൾ ഇതിനൊക്കെ പരിഹാരം എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് എല്ലാ ശനിയാഴ്ച ദിവസവും നീരാഞ്ജനം കത്തിക്കുന്നത്, മാസത്തിൽ ഒരു എള്ളുപായസം കൊടുക്കുന്നത്, ശനീശ്വരന് കൊടുക്കുന്ന ഉത്തമമാണ്. മാസത്തിൽ ഒരു വ്യാഴാഴ്ച ദിവസം കൃഷ്ണന്റെ അമ്പലത്തിലോ വിഷ്ണുവിൻ്റെ അമ്പലത്തിലോ പാൽപ്പായസ നൈവേദ്യം കഴിപ്പിക്കുന്നതും ഹനുമാൻ ചാലീസ നിത്യവും പാരായണം ചെയ്യുന്നതും ഉത്തമമായിട്ട് പറയാം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മകരം രാശിക്കാർക്ക് ഈ 2024 ഗ്രഹസ്ഥിതി കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതിൽ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ ഒരു ടോപ്പിക്കിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും കാണാം കേട്ടോ. ബൈ.